അടുത്തതായിട്ട് അഗാപ്പെ ഫുൾ ഗോസ്പൽ പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ പാസ്റ്ററും അതുപോലെ നമ്മുടെ എബിൻ ബ്രദറിൻ്റെ ഫാദറും ആയിട്ടുള്ള പാസ്റ്റർ ടിഎം മാനുവലിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സന്തോഷത്തിൻ്റെ ദിനമായിരിക്കുന്ന ഇന്ന് ഇത്രയും വ്യക്തികളെ ഒരുമിച്ച് കാണുവാനും അവരുടെ ജീവിതത്തിലുണ്ടായ ചില ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ ഇടയാക്കിയല്ലോ. എൻ്റെ യൗവനത്തിൽ ഞാൻ എൻ്റെ കർത്താവിനോട് ഇത് സമർപ്പിച്ചു. ഞാൻ റോമൻ കാത്തലിക് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയായിരുന്നു. അന്നുണ്ടായിരുന്ന ആത്മീയ ആ പ്രസ്ഥാനത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അനുഷ്ഠിച്ചു പോന്നപ്പോൾ ധ്യാനത്തിൽ കൂടിയാണ് എൻ്റെ ജീവിതത്തിലെ കർത്താവ് മാറ്റം വരുത്തിയത്. ഒത്തിരി വിശദാംശത്തിലേക്ക് പോകുന്നില്ല, സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. എന്നാൽ ഗോസ്പിൾ വർക്കിന് വേണ്ടി, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് ഞാൻ 86-ലാണ് ഫുൾ ടൈം ഇറങ്ങിത്തിരിച്ചത്. ജീവിതത്തിൽ ധാരാളം വേദനകരമായ പടവുകൾ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ധാരാളം. എനിക്ക് 3 മക്കളാണുള്ളത്. അതിൽ ഇളയാളാണ് എബി. അന്യദേശത്ത് പോയിട്ട് വീട്ടിൽ ട്രിവാൻഡ്രത്ത് പോയിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇല്ലാതെ കരഞ്ഞ സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കുഞ്ഞുങ്ങളുടെ നല്ലൊരു ഭാവി ഓർത്ത് പ്രാർത്ഥിപ്പുറത്ത് അവിടെയാക്കി ഓരോരുത്തർ പഠിച്ചു വന്ന് എബിയും പഠിക്കാൻ വേണ്ടി കടന്നുപോയി. തീർച്ചയായിട്ടും ഒരു പിതാവ് എന്ന നിലയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളത്തിൽ ഒരു വലിയ കാഴ്ചപ്പാടുണ്ടാവും. എൻ്റെ മുൻ പഠിച്ച് ഒരു നല്ല ജോലി ലഭിച്ച് ഭവനത്തിലെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മാറുമല്ലോ എന്നുള്ള ചിന്തയാണ് ഏത് പാരൻസിനുണ്ടായിരിക്കുക. എന്നാൽ മൺകാലത്ത് പഠിക്കുമ്പോൾ അവർ ഗ്രൂപ്പായിരുന്നു പ്രാർത്ഥിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തപ്പോൾ തനിക്ക് ലഭിച്ച ആത്മീയ വെളിപ്പാടും ദർശനമനുസരിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. എന്നാൽ ആ സമയത്ത് എനിക്ക് വളരെ വേദനയും പ്രയാസവും തോന്നി. കാരണം ഞാൻ കടന്നു വന്ന പാതകൾ ഓർത്തിട്ടും അതിനൊരു വ്യത്യാസമുണ്ടായ ഒരു ഉദാഹരണം എൻ്റെ കുടുംബത്തിനുണ്ടാകണമല്ലോ എന്നുള്ളൊരു അപ്പനെന്ന നിലയിലുള്ള ചിന്തയുമാണ് അതിലേക്ക് നയിച്ചത്. എന്നാൽ അന്ന് പറഞ്ഞൊരു വാക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതിങ്ങനെയായിരുന്നു: പപ്പ, ഞാൻ പഠിക്കാൻ വേണ്ടി പോയി അരുതാത്ത കൂട്ടിട്ടിലകപ്പെട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊരു ചോദ്യം ചോദിച്ചു. അതെൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിച്ചു. ശരിയാണ്, ഒന്നുമില്ലെങ്കിലും കർത്താവിനോട് ജീവിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. ഹീസ് ലവ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ആരംഭിച്ചു. എന്നാൽ ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകരപ്പെട്ടതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പലപ്പോഴും പലരും വാക്കുകളിൽ കൂടി ധാരാളം കാര്യങ്ങൾ പറയും, പ്രവൃത്തി വരുമ്പോൾ തീരെ കുറവാണ്. കഷ്ടതയിലും തൻ്റെ കാര്യങ്ങളും കുടുംബത്തിലേക്കാകട്ടെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. മറ്റൊരു സത്യമാണ്, പലരെയും ഒത്തിരി ആൾക്കാരെ കൈത്താങ്ങി ആത്മീയമായിട്ടും മാത്രമല്ല ഭൗമികമായിട്ടും മാനസികമായിട്ടുമൊക്കെ ഉദ്ധരിച്ച് കൊണ്ടുവന്നതിനെ കുറിച്ച് കേൾപ്പം കർത്താവ് ഇടയാക്കി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇനിയുള്ള മറ്റുള്ള നാളുകളിൽ കർത്താവിനെ സഹായിക്കട്ടെ, കുടുംബത്തെ മാനിക്കട്ടെ. അതുപോലെ ബ്ലസ്സൻ തൻ്റെ ജീവിതാനുഭവം നോക്കിയാൽ, ആദ്യ കാലത്തെ അനുഭവം നോക്കിയാൽ ഈ സ്ഥിതിയിലേക്ക് എത്തേണ്ടതല്ല. എന്നാൽ കർത്താവിൻ്റെ അത്ഭുതമായ പ്രവൃത്തിയാണ്. ഇങ്ങനെ ഓരോരുത്തരറിയാം. ബ്ലസ്സന്മാർ പലരുണ്ട്. എല്ലാത്തിനും കർത്താവിനെ സ്തുതിക്കുകയാണ്. എങ്കിലും നമുക്ക് ലഭിച്ച ആത്മീയ വെളിപ്പാടുകൾ നാം വിശ്വസിക്കുന്നതിനെയാണ്. നാം എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിന് മുമ്പായി കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നമ്മെ ഏൽപ്പിച്ച താലന്തിന് നാം കണക്ക് കൊടുക്കണം. കൂടുതൽ ലഭിച്ചത് കൂടുതൽ ചോദിക്കും. ആകയാൽ നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൂരത്തുനിന്ന് കാണുന്നൊരു കർത്താവിനത് മനസ്സിലാക്കി ഹൃദയം ദൈവം പകർന്ന് അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഹീസ് ലവ് മിനിസ്ട്രിയെ കർത്താവ് വിശാലമാക്കട്ടെ. ഇനി അനേകർക്ക്
മോട്ടിവേഷൻ കൊടുത്ത് ആത്മീയമായിട്ട് വളർത്തി കർത്താവിനുള്ള നിനക്ക് തീർക്കുവാൻ ഏവരെയും കർത്താവ് പ്രാപ്തരാക്കി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.